കണ്ടുപിടിച്ചു സെനോഫോളിക്സ് മുടി കൊഴിച്ചലിനും കഷണ്ടിക്കും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലം. സെനോഫ്ലെക്സിൽ വന്നാൽ നമ്മുടെ കഷണ്ടിയും മുടി കൊഴിച്ചിലൊക്കെ മാറും. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇവിടുത്തെ ഡോക്ടർമാരെ പരിചയപ്പെടാം. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. ഡോക്ടർ പറയൂ. നമ്മളിവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് സ്കിൻ പ്രൊസീജിയേഴ്സാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ സർജിക്കലായിട്ടും നോൺ സർജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സുകളും എല്ലാം അവൈലബിൾ ആണ്. സർജറി ത്രൂ പോവുകയാണെങ്കിൽ നമുക്കിവിടെ പല ടെക്നിക്സ് വൈസുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോൺ സർജിക്കൽ ആണെന്നുണ്ടെങ്കിൽ PRP, GFC, മീസോതെറാപ്പി, അങ്ങനെ ഒട്ടനവധി ട്രീറ്റ്മെൻറ്റ്സുകൾ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്കിൻ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഉണ്ട്. എല്ലാ ടൈപ്പുള്ള ട്രീറ്റ്മെൻറ്റ്സുകളും നമ്മൾ ഭയങ്കര ക്വാളിറ്റിയിലും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടെ 3 ഡോക്ടേഴ്സ്മാരാണ് പ്രധാനമായിട്ടുള്ളത്. ഡോക്ടർ ഹായ്, ഐ എം ഡോക്ടർ ജെൻസി. നമ്മളിവിടെ സെനോഫോളിക്സിൽ ഡോക്ടർ ജെസിന പറഞ്ഞ പോലെ വി ഹാവ് ഓൾ കൈൻഡ്സ് ഓഫ് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്, ഹെയർ, സ്കിൻ. അപ്പോൾ പേഷ്യൻസിന് കംഫർട്ടബിൾ ആയിട്ട് വിത്ത് എക്സ്പേർട്ട് സർജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എക്സ്പേർട്ട് ഡെർമറ്റോളജിസ്റ്റിൻ്റെ സർവീസസ് അവൈലബിൾ ആയിരിക്കും. ഹായ്, ഐ എം ഡോക്ടർ നിഷാന. ഇന്ന് നമ്മുടെ ഉദ്ഘാടന ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സെനോഫോളിക്സ്. നമ്മളല്ലേ എല്ലാം ഇവിടെ തീർക്കും നമ്മൾ. ഒരു മുട്ട എത്രയാണെങ്കിലും 12 ആലുവ ലൊക്കേഷനിൽ തന്നെ നമ്മുടെ എയർപോർട്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒട്ടും വൈകിക്കാതെ തന്നെ ഞാൻ ചടങ്ങുകളോട്ട് കടക്കും മുന്നേ ലെറ്റ്സ് ഹാവ് എ സൈലന്റ് പ്രെയർ ഓഫ് 1 minute. എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സെനോഫോളിക്സ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് സ്കിൻ ക്ലിനിക്. സെനോഫോളിക്സിൻ്റെ പേരിലും എൻ്റെ പേരിലും ആദരമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട MLA അൻവർ സാദത്ത് സാറിനെ ഞാൻ ആദരമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അടുത്തായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട MP ശ്രീമതി ജെനിമേറ്റർ ഇഷ മാഡത്തിനെ സെനോഫോളിക്സിന്റെ പേരിൽ ഞാൻ ആദരമായി സ്വാഗതം ചെയ്യുന്നു. ജോൺ സാറിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ ആദരമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ ഫോർ അക്സെപ്റ്റിംഗ് ആർ റിക്വസ്റ്റ്. അടുത്തതായി ഞാൻ നമ്മുടെ ആലുവ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സൈജു ജോലി മാഡത്തിനെ സെനോഫോളിക്സിന്റെ പേരിൽ ഹോൾ ഹാർട്ടഡ്ലി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം.
സദസ്സിലിരിക്കുന്ന എല്ലാ അതിഥികളെയും എൻ്റെ പേരിലും ജനോഫോളിക്സിൻ്റെ പേരിലും ഞാൻ ഹാജരമായി സ്വാഗതം ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരെയും, മാതാപിതാക്കളെയും, മെൻറ്റേഴ്സിനെയും, ഹോം വർക്കേഴ്സിനെയും, നെയ്ബേഴ്സിനെയും, ഹോസ്റ്റിംഗ് സ്റ്റാഫിനെയും, ഇതിനായിട്ട് നമ്മുടെ ക്ലിനിക്കിൻ്റെ സക്സസിനായിട്ട് ഹെൽപ്പ് ചെയ്ത എല്ലാവരെയും ഞാൻ ഇവിടെ ഹോൾ ഹാർട്ടഡ്ലി സ്വാഗതം ചെയ്യുന്നു. Xenofluorix is officially here inaugurated. സാദത്ത് സർ, MLA സർ ഇത്രയും തിരക്കേറിയ ഷെഡ്യൂളിനെതിരെ ആയിട്ട് നമ്മളുടെ കൂടെ എത്തിച്ചേർന്നതിൽ നന്ദിയുണ്ട്. ആൻഡ് ഐ വെൽക്കം him on the stage to speak a few words. MP പ്രിയപ്പെട്ട ശ്രീ ലേഖനായ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ജോണറ്റൻ, വൈസ് ചെയർപേഴ്സൺ സൈജി ജോളി, മറ്റ് പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, എന്തായാലും ആലുവയിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയതിൽ നമുക്ക് എല്ലാവർക്കും വരെ സന്തോഷമാണ്. നമുക്കറിയാം, ആധുനിക യുഗമാണ്. ഈ യുഗത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനനുസരിച്ച് തന്നെ നമ്മുടെ മുഖത്തിനും ശരീരത്തിനുമൊക്കെ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ കുറവുകൾ നികത്തി പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം അതിനുതകുന്നതാണ്. എനിക്ക് തോന്നുന്നു 3 സഹോദരിമാരാണ്, 3 പേരാണ് ഇതിന്റെ തുടക്കക്കാർ. അവർ 3 പേര് നേരത്തെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടാണ് അവര് സ്വന്തമായി രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി JB മേത്തൻ MP നല്ലൊരു പേര് കൊടുത്ത് ബഹുമാനപ്പെട്ട ആലുവയുടെ MLA ശ്രീ അൻവർ സാദത്ത്, ആലുവയുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ MO ജോൺ, വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സൈജി ജോളി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഇതിന്റെ സംരംഭകരായ 3 സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളൊരു ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഏതൊരു സംരംഭം തുടങ്ങുന്നതും നമ്മൾ ഒരുപാട് അധ്വാനത്തിന്റെയും ഹാർഡ് വർക്കിന്റെയും ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകും. അതേപോലെ തന്നെ ടെൻഷനും വ്യാകുലതയും ഒക്കെ ഒരു സംരംഭം തുടങ്ങുന്നതിന്റെ ഭാഗമാണ്. പക്ഷെ ഇന്നിവിടെ ഈ സംരംഭം തുടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് ലോകത്ത്, ഞാനിപ്പോ ഒരു ആലുവ എന്നോ കേരള എന്നോ ഇന്ത്യ എന്നോ പോലും പറയുന്നില്ല, ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മനുഷ്യർ ആഗ്രഹിക്കുന്നത്, അത് ഇപ്പോഴും ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല, ക്ലിയോപാട്രയുടെ കാലം മുതൽ തന്നെ എങ്ങനെ നമ്മൾ നന്നായി നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മുടിയാണെങ്കിലും സ്കിന്നാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും ഭയങ്കര യങ് ആയിട്ട്, യങ് അല്ലെങ്കിലും യങ് ലുക്കിംഗ് ആയിരിക്കണം എന്നാണ് പൊതുവെ ഉള്ള എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള ഒരു ആഗ്രഹം, ഡിമാൻഡ് മനുഷ്യന്റെ മനസ്സിലുള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് വലിയ സ്കോപ്പാണ് ഉള്ളത്. അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഹെയർ ആൻഡ് സ്കിൻ ആയിരിക്കും ഇൻഡസ്ട്രി വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തുടങ്ങുന്നതും. നമ്മുടെ അതിന്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും, ഹെയർ ആൻഡ് സ്കിൻ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയി മാറുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതായിരിക്കും ഈ 3 സിസ്റ്റേഴ്സ് ഫേസ് ചെയ്യാൻ പോകുന്ന മെയിൻ ചാലഞ്ച്. എന്ന് വെച്ചാൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, ഈ പ്രത്യേകിച്ച് ഹെയറിന്റെയും സ്കിന്നിന്റെയും കാര്യത്തിലായതുകൊണ്ട് ഈ നല്ലത് എന്ന് പറയുന്നതിനേക്കാൾ സ്പീഡിൽ ചിലപ്പോൾ ഇതിന്റെ ഒരു നെഗറ്റിവിറ്റീസിലേക്ക് പോകും. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇതിന്റെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് ഞങ്ങൾ മോളിൽ പോയി ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ പ്രത്യേകം സ്കിന്നിനും ഹെയറിനും ഓപ്പറേഷൻ തിയേറ്ററും നഴ്സിംഗ് സ്റ്റേഷനും വളരെ പ്രൊഫഷണൽ ഫീൽ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ ഉണ്ടായി. അപ്പോ ഈ ഒരു സംരംഭം, അതും ഒരു കുറച്ച് കൂടുതൽ സന്തോഷം ഇതില് 3 വനിതകൾ ഇൻവോൾവ് ആണ് എന്നുള്ളത്. ആണെന്നൊന്നും വിചാരിക്കരുത്, പക്ഷെ എന്നാലും ഒരു കൂടുതൽ സന്തോഷം അങ്ങനെയുള്ള
വനിതകൾ മുൻപന്തിയിലേക്ക് വരുന്നു. അവർ കൂടി നമ്മുടെയൊക്കെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ കിരൺ മജുംദാർ ഷാ ഒക്കെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഇപ്പോ മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇവിടെ തന്നെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ എറണാകുളത്തൊക്കെ ലിവിംഗ് സ്റ്റൈലില് ശോഭാ കുഞ്ചനൊക്കെയാണ് ഒരു ബ്യൂട്ടി പാർലർ ഇൻഡസ്ട്രിയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും മുന്നിൽ തന്നെ നിൽക്കുന്നത്. അപ്പോ വനിതകൾ ഇതിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷം പകരുന്ന കാര്യമാണ്. അപ്പൊ നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഒരുപാട് ആളുകളെ അവരുടെയൊക്കെ കോൺഫിഡൻസ് ഉയർത്താൻ, നമ്മൾ എന്തിനാണ് നമ്മുടെ മുടി നന്നാക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ നന്നാക്കുന്നതോ നമ്മുടെ ഫസ്റ്റ് സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഈ സെനോഫോളിക്സിലൂടെ ഒരുപാട് ആളുകൾക്ക് കൂടുതൽ കോൺഫിഡൻസും അത് നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ. ഈ സംരംഭം വിജയിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ആലുവ മുനിസിപ്പൽ ചെയർപേഴ്സണെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു 4 വാക്ക് പറഞ്ഞിട്ട് ഏതായാലും ആലുവയ്ക്ക് അഭിമാനം നൽകുന്ന ഒരു സംരംഭം എന്റെ പ്രിയപ്പെട്ട 3 സഹോദരിമാരുടെ താല്പര്യം. അവനവൻ കണ്ണാടി നോക്കുമ്പോൾ അവനവന്റെ സൗന്ദര്യത്തിൽ സംതൃപ്തി എല്ലാവർക്കും ഉണ്ടാകും. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എല്ലാവർക്കും. മറ്റുള്ളവർ കാണുന്ന ചിലപ്പോൾ സൗന്ദര്യത്തിൽ വേരിയേഷനൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ രംഗം മനുഷ്യകുലം ഉള്ളിടത്തോളം ആ കാലം മുതലേ തോന്നുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഒരുപാട് പരസ്യങ്ങൾ ഈ കാര്യങ്ങളുണ്ടായി. മുടി തഴച്ചു വളരാൻ, കഷണ്ടിക്കാരെ തേക്കാനായിട്ടുള്ള ഈ നീലികൾക്കൊക്കെ തോന്നുന്ന ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് കഷണ്ടി ഭംഗിയാണ്, ചിലർക്ക് കഷണ്ടി ഭംഗി. ഞാനിപ്പോ ഈ ഏറ്റവും മുന്നിലിരിക്കുന്ന ഈ സാരി വെച്ച ആളെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയത്, ദയവ് ചെയ്ത് നിങ്ങളിത് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ കഷണ്ടി എന്നൊരു നല്ല ഭംഗിയാണ്. അത് ചെയ്തിട്ട് വൃത്തികേടാക്കരുത്. കഷണ്ടികളുള്ള ഒരുപാട് മഹാന്മാരുണ്ട്. പണ്ഡിറ്റ്ജി കഷണ്ടിയുടെ രാജാവായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം, ചിത്രം കണ്ടിട്ടുള്ളവർക്കറിയാം. റഷ്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഖ്രൂഷ്ചേവ് കഷണ്ടിയുടെ കിങ്ങായിരുന്നു. പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ അദ്ദേഹത്തിന്റെ കഷ്ടി കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ തല പോലെ അങ്ങനെയുള്ളതൊന്നും ചെയ്തു. പക്ഷെ കഷണ്ടി വൃത്തികേടായി തോന്നുന്ന ചില ആളുകളുണ്ട്. വൃത്തികേട് എന്ന് ഞാൻ പറഞ്ഞത് മുടി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ സുന്ദരനായനെ. അപ്പൊ ഏതായാലും ഇത് നല്ലൊരു സിനോഫോളിക്സ്. അതെ, എന്താണ് ഇതിന്റെ അർത്ഥം? ഡിഫറെന്റ് ഹെയർ. ആയിക്കോട്ടെ, നല്ല പേരാണ്. ഇത് ഏത് ഭാഷയിലാണ്? അത് കൊള്ളാം. വളരെ ഗവേഷണം നടത്തിയാണ് ഈ പേര് നിങ്ങൾ വിദ്യകളാണ്. നിങ്ങളുടെ ഈ സംരംഭം 100% കൂടുതൽ വിജയം കരസ്ഥമാക്കുന്നത് അതിന് നമ്മുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. എല്ലാവർക്കും ഞാൻ ആശംസകൾ തരുന്നു. എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു ഗുണമുണ്ടാവില്ല. ഞാൻ പല ഡൈ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിൽ ഞാൻ നിസ്സഹായനാണ്. നിങ്ങൾക്ക് എല്ലാ ആശംസകളും തരുന്നു. സിനോഫോളിക്സിന് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആലുവ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആണ്. 2 വാക്കല്ല 4 വാക്ക് വേണമെങ്കിലും സംസാരിക്കാം കേട്ടോ, കുഴപ്പമില്ല. ചെയർമാൻ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഗസ്റ്റുകൾക്ക് എൻ്റെ നമസ്കാരം. സിനോഫോളിക്സ് എന്ന ഒരു നല്ലൊരു സംരംഭമായി തീരട്ടെ. ഇതിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വിളക്ക് തെളിക്കൽ ചടങ്ങാണ്. അതിന് നമ്മുടെ ചീഫ് ഗസ്റ്റുകളെ എല്ലാവരെയും തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഇതിന്റെ മെയിൻ
ചെയർപേഴ്സൺസ് ആയ ലേഡീസിനെയും കൂടി ഞാൻ സ്റ്റേജിലോട് ഇൻവൈറ്റ് ചെയ്തു പ്ലീസ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. Because they are with great motives. വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്ന ഈ ഒരു കാലത്ത് അതുപോലത്തെ ലീഗലായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി സെർവ് ചെയ്യുന്നത്, അതിനോടൊപ്പം തന്നെ അത് വളരെയധികം അഫോർഡബിൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്ലിനിക് വളരെയധികം അത്യാവശ്യമാണ്. അതിന് ഫോർവേഡ് ചെയ്ത 3 ലേഡീസിന് കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു കൈയ്യടി തന്നെ നമുക്ക് നമ്മുടെ ഫോം ഓഫ് ലവിലൂടെ അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സെനോഫോളിക്സിന്റെ ഉദ്ഘാടന വേള ഞങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്ന വിധം എല്ലാ കാലവും ഓർത്തിരിക്കുന്ന വണ്ണം ഈ നിമിഷത്തെ അവിസ്മരണീയമാക്കിയ എല്ലാ മുഖ്യ വിശിഷ്ടാതിഥികൾക്കും സഹകരണവും കരുതലും കൊണ്ട് ഞങ്ങളെ ചേർത്തു നിർത്തിയ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുവാനായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. മെഹബൂബ് സാറിനും അവരുടെ എല്ലാ പിന്തുണയും ദീർഘനാളത്തെ ഞങ്ങളുടെ സ്വപ്ന സാഫല്യത്തിൽ ഞങ്ങളുടെ കൂടെ നിന്ന ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിയ ഞങ്ങളുടെ 3 പേരുടെയും ജീവിത പങ്കാളികൾക്കും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അവസാനമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും, മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഈ സദസ്സ് അവിസ്മരണീയമാക്കിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സെനോഫോളിക്സിന്റെ എല്ലാ സ്റ്റാഫ്സിനും എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞാൻ സെനോഫോളിക്സിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. Thanks for watching my channel.